വളരെ ചെറിയ ഒരു പുരാണത്തിന്റെ ഒരു ചെറിയൊരു ഭാഗത്തെ മാത്രം അടർത്തിയെടുത്തിട്ട് അത് മുൻകാലങ്ങളിൽ പോലും പ്രചാരത്തിലുണ്ടായിരുന്ന ഒന്നാണ്. കാരണം നമ്മളുടെയൊക്കെ വീടുകളിൽ ഇതിൻ്റെ ഒരു ഭാഷാവ്യാഖ്യാനം എന്ന രീതിയിൽ കിളിപ്പാട്ട്, സ്കന്ദപുരാണം കിളിപ്പാട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഒരു പുസ്തകം കാണും. അത് എടുത്ത് നോക്കിയാൽ കാണാം ഈ ഒരു ഭാഗം മാത്രമാണ് അതിലുള്ളൂ. ഈ ദക്ഷകാണ്ഡത്തിന് ശേഷം പറഞ്ഞു തുടങ്ങിയ, അതായത് പാർവതീ പരിണയം മുതലുള്ള സംഭവകാണ്ഡവും ആസുരകാണ്ഡവും യുദ്ധകാണ്ഡവും ദേവകാണ്ഡവും ഇതിനെ മാത്രമാണ് കിളിപ്പാട്ട് രൂപേണ വളരെ ചെറിയ പുസ്തകമാണ് അതിൽ കാണാം. അത് മലയാള ഭാഷയിൽ ഈ കഥ സ്കന്ദപുരാണത്തിലെ മൂലകൃതിയിലെ കഥകളെ മൊഴിമാറ്റം ചെയ്ത് നമുക്ക് തന്നിട്ടുള്ളതാണ്. ഇത് പണ്ട് മുതലേ പ്രചാരത്തിൽ ഉണ്ടായിരുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കവികൾ ഭാഗവതത്തിലെ കൃഷ്ണകഥകളെ മാത്രം, ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ കൃഷ്ണകഥകളെ മാത്രം അടിസ്ഥാനമാക്കിയിട്ട് ചെറുശ്ശേരി എന്ന കവിയുടെ വരികളിലായിട്ട് അദ്ദേഹത്തിന്റെ കൈകളിൽ കൂടിയിട്ടാണ് നമുക്ക് കൃഷ്ണഗാഥ ലഭിച്ചത്. ഇപ്പൊ പുരാണം നമ്മൾ കേട്ടിട്ടില്ലെങ്കിലും കൃഷ്ണഗാഥ സ്കൂളിലൊക്കെ പഠിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അത് ചൊല്ലാത്തവരായിട്ട് വളരെ ലളിതമായിട്ട് ആ കൃഷ്ണകഥകളെ പറഞ്ഞു തന്നത് അങ്ങനെയാണ്. ഇങ്ങനെ എത്രയോ രീതിയിൽ നിന്നാണ്. അപ്പൊ പുരാണങ്ങൾ നമുക്ക് പണ്ടും ഉണ്ടായിരുന്നു, അതിൻ്റെ ചെറിയ പതിപ്പുകൾ നമുക്ക് ലഭ്യമായിരുന്നു. പിന്നെ നമുക്കിന്ന് അതിനോടൊന്നും താല്പര്യമില്ലാതെയായി. ഇപ്പൊ കാലം മാറുമ്പോൾ ഇതൊക്കെ നമ്മളുടെ കൈവിരൽ തുമ്പിൽ, കൈവെള്ളയ്ക്കുള്ളിൽ ഇതൊക്കെ ലഭ്യമാണ്. പക്ഷെ എന്നാലും എന്തോ നമ്മളുടെ ശ്രദ്ധ അതിലേക്ക് വരുന്നില്ല. നമുക്ക് അങ്ങനെയുള്ളതിൽ നിന്ന് മറ്റു വിഷയങ്ങളിലേക്കാണ്. ക്ഷമയോടുകൂടിയിരിക്കുക. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ബുദ്ധി അങ്ങനെ പരിണമിച്ച് ആവാനൊരു കാരണം എവിടെയാണ്? ഇന്നത്തെ നമ്മുടെ കയ്യിലുള്ള ഈ സാധനമാണ്. ഇത് കുറ്റം പറയണില്ല, ഇത് എനിക്കും ആവശ്യം, നിങ്ങൾക്കും ആവശ്യമാണ്. മക്കൾ ദൂരെയാണെങ്കിൽ വിളിക്കണമെങ്കിലോ കാണണമെങ്കിലോ ഇത് വേണം. ഇപ്പൊ പലപ്പോഴും ചെറിയ രീതിയിലാണെങ്കിലും പൈസ കൈ കൊണ്ട് നടക്കണ്ട, അത്യാവശ്യം 1 രൂപ മുതൽ 10 രൂപയാണെങ്കിലും കൈമാറ്റം ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. ജീവിതത്തിൽ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും പലപ്പോഴും നമ്മൾ ഇതിലെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല ചെറിയ വീഡിയോകൾ, എന്താ അതിന് പറയുക, റീൽ എന്നൊക്കെയാണ് പറയുക അല്ലേ? റീൽ 1 മിനിറ്റ് 90 സെക്കൻഡ് അല്ലെങ്കിൽ 60 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോകളും അങ്ങനെയുള്ള പ്രോഗ്രാമുകളും കണ്ട് നമ്മളുടെ ബുദ്ധി അങ്ങനെ പ്രോഗ്രാം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റിൽ കൂടുതൽ ഒരു മനുഷ്യന് ക്ഷമയോടുകൂടി ഇരിക്കാൻ പറ്റില്ല. ഇപ്പൊ ക്ഷമയോടുകൂടി ഇരിക്കുന്നത് 12:30 നിർത്തുന്നുള്ളത് കൊണ്ടാ. സമയം കഴിഞ്ഞു. 1 മണി വരെ ഇങ്ങനെ ഇരുത്തിയാല് ക്ഷമ പരീക്ഷിക്കലാവും, ചോദ്യം ചെയ്യപ്പെടും. ആദ്യം കൗണ്ടർ ചെയ്യുന്നൊരു സ്ലിപ്പ് തരും, പിന്നെ പതുക്കെ മുന്നിലിരിക്കുന്നവർ എഴുന്നേക്കാൻ തുടങ്ങും. നമുക്ക് ക്ഷമ വളരെ കുറവാണ്. നമ്മുടെ സ്വഭാവം അങ്ങനെ രൂപീകരിക്കപ്പെടാൻ ഇതൊരു കാരണമാണെന്നേ ഉള്ളൂ. അല്ലാതെ ഫോൺ വരണതിന് മുമ്പ് മനുഷ്യരെങ്ങനെയാണ്. പക്ഷെ ഇതിപ്പോ വേഗത കൂടി, നമുക്ക് ദൈർഘ്യമുള്ള ഒരു സംഗതികളിലേക്ക് ശ്രദ്ധ പോവില്ല. നോക്കിക്കോളൂ, നമുക്ക് ഒരുപാട് സമയം എടുത്തിട്ടുള്ള ഒരു സംഗതി നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. ഒക്കെ വളരെ ഷോർട്ടായിട്ട് ചെറിയ പെട്ടെന്ന് ജീവിതത്തിൽ അങ്ങനെ ആയി മാറി നമ്മളെല്ലാം. അപ്പൊ ക്ഷമയോടുകൂടി ഇപ്പൊ സഹസ്രനാമം ജപിക്കാൻ പറഞ്ഞാൽ അത് എത്ര സമയം വേണം? ഒരുപാട് സമയം വേണം, പറ്റില്ല. എന്നാ ശരി, അഷ്ടോത്തരം ആകെ 5 മിനിറ്റ്, എന്നാ അത് നോക്കാം. അപ്പൊ ഏതിലും നമ്മൾ അതിനെ ചുരുക്കി കൊണ്ടുവന്നിട്ടാണ്. അപ്പൊ സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ആയി കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ പുരാണങ്ങളില്ലാത്തത് കൊണ്ടല്ല, പുരാണ കഥകൾ പറഞ്ഞു തരാത്തത് കൊണ്ടല്ല, കേൾക്കാത്തത് കൊണ്ടല്ല, നമ്മുടെ ബുദ്ധി പലതരത്തിലും എന്നാണ്. ഈ ലോകത്തിലെ നമ്മുടെ ചുറ്റുപാടുമുള്ള പല വിഷയങ്ങളിലും അങ്ങനെ ഭ്രമിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ്. എന്നാൽ ഇതിങ്ങനെ ഈ മതം അടിച്ചേൽപ്പിക്കുന്നത് പോലെ, മതവിഷയങ്ങളെ അടിച്ചേൽപ്പിക്കുന്നത് പോലെ കുത്തിത്തിരികിയിട്ടും കാര്യമില്ല. ഭയപ്പെടുത്തിയിട്ട് പുറത്ത് ഇറങ്ങി പോവരുത്, ഇവിടെ ഇരുന്ന് കേട്ടോളണം, അങ്ങനെ ഒന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. ആരും നിർബന്ധിക്കാറുമില്ല. നോട്ടീസിലൊന്നും അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷൻ, ഒരു നിബന്ധനയും വച്ചിട്ടില്ല. വരാം, പോവാം. ചീത്ത പറയാറുണ്ടോ? പറയാറില്ല. എപ്പോ വേണമെങ്കിലും വരാം, എപ്പോ വേണമെങ്കിലും എഴുന്നേറ്റ് പോവാം. കാരണം ഇതിന്റെ എല്ലാറ്റിൻ്റെയും ചുവട്ടിൽ വേദവ്യാസ മഹർഷിയെ പോലുള്ളവര് അടിവരയിട്ട് പറഞ്ഞ സംഗതിയാണ്
കേൾക്കണമെന്ന് താല്പര്യമുള്ളവർക്കേ പറഞ്ഞു കൊടുക്കാവൂ, അല്ലാത്തവർക്ക് ഇത് ഉപദേശിക്കരുത്. അങ്ങനെ ഒരു കവലപ്രസംഗമായിട്ടോ മറ്റുള്ളവരുടെ അടുത്ത് അങ്ങോട്ട് ചെന്നിട്ടോ പറഞ്ഞു കൊടുക്കേണ്ടതേ അല്ല. എന്തായാലും നമുക്ക് വളരെ ചുരുക്കി എന്നാണ് ആ ഭഗവാന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഭഗവത് കഥകളെ, സ്കന്ദന്റെ ആവിർഭാവം മുതൽ സുബ്രഹ്മണ്യന്റെ അവതാരം മുതൽ വിവാഹം വരെയുള്ള വളരെ ചെറിയ ഒരു ഘട്ടത്തെ മാത്രമാണ് നമ്മളിവിടെ ഈ ഒരു 6 ദിവസം കൊണ്ട് പറഞ്ഞു പോകുന്നത്.